ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലി ലോകം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മജോറെ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയത്. കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ലോകമെങ്ങുമുള്ള സാധുജനങ്ങളുടെ ശബ്ദമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മണ്ണിലേക്ക് മടങ്ങി. പുരോഹിത ശ്രേഷ്ഠന് വിടചൊല്ലാൻ ജനസാഗരമാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. കർദിനാൾ ജൊവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രാർത്ഥനാ ചടങ്ങ്. വചന സന്ദേശത്തിൽ മാർപ്പാപ്പയെ അനുസ്മരിച്ച് കർദിനാൾ ബാറ്റിസ്റ്റ ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരായി. പ്രത്യേക താളത്തിൽ പള്ളിമണികൾ മുഴങ്ങി. ശേഷം പ്രിയപ്പെട്ട സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് വിടചൊല്ലി വിലാപയാത്രയായി 4 കിലോമീറ്റർ അകലെയുള്ള സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക്. കൊളോസിയം വഴി പോപ്പ് മൊബൈൽ വാഹനത്തിൽ അന്ത്യയാത്ര. ലോക നേതാക്കൾ അനുഗമിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ അവസാനമായി കാണാൻ വത്തിക്കാന്റെ തെരുവീഥികളിൽ ജനപ്രവാഹം. പ്രാർത്ഥനയോടെ വെള്ളപ്പൂക്കളുമായി വിശ്വാസി സമൂഹം കാത്തുനിന്നു. വികാരനിർഭരമായി റോമാ നഗരം പാപ്പയ്ക്ക് വിട ചൊല്ലി. ഏറെ പ്രിയപ്പെട്ട സാന്താ മരിയ മജോറയിലേക്ക് 50 പേർ മാത്രം പങ്കെടുത്ത അന്ത്യവിശ്രമ ചടങ്ങ്. കർദിനാൾ കെവിൻ ഫാരലിന്റെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ. 3 പെട്ടികളിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായി ലളിതമായ മടക്കം. മരപ്പെട്ടിയിൽ അന്ത്യനിദ്ര. പാവങ്ങളുടെ പാപ്പ നിത്യതയിലേക്ക്. 24 വത്തിക്കാൻ. ലക്ഷങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകാനെത്തിയത്. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. എൻ്റെ പിറകിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. അല്പം നേരം മുമ്പ് വരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ജനനിബിഡമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരം വിലാപയാത്രയായി സെന്റ് മേരീസ് മേജർ ബസിലിക്ക റോമിലേക്ക് കൊണ്ടുപോയതോടെ ഇവിടെ ഏതാണ്ട് കൂടൊഴിഞ്ഞ പക്ഷി കൂടൊഴിഞ്ഞു പോയപ്പോൾ അവിടെ ആരാധകരും വിശ്വാസികളും ഇവിടെ തൽക്കാലം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അവർ പുലർച്ചെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഒത്തുകൂടിയവരാണ്. പിന്നീട് തെരുവോരങ്ങളിൽ കിടന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി വലിയ തണുപ്പായിരുന്നു ഇന്നലെ രാത്രി. എന്നിട്ടും തണുത്ത് വിറച്ച് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് ഉച്ചവരെ ഭക്ഷണം കഴിക്കാതെ യാതൊരു തരത്തിലും മാറാതെ അവർ ആരാധനയോടെ നിന്ന് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചതുരത്തിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര പറഞ്ഞത്. അവരൊക്കെ സങ്കടത്തോടെ പലരും തേങ്ങലോടെ കടന്നു പോകുന്നത് കാണാമായിരുന്നു. ഇപ്പോഴിതാ ഏതാണ്ട് സെന്റ് പീറ്റേഴ്സ്
സ്ക്വയർ ഏതാണ്ട് ഒരു ഭാഗം വിജനമായിരിക്കുന്നു. ഇനി ഇവിടെ ബാക്കിയുള്ളത് മാധ്യമപ്രവർത്തകരാണ്. കുറേ മാധ്യമപ്രവർത്തകർ പോയി. ഇനി കുറേ മാധ്യമപ്രവർത്തകരും കുറച്ച് ആൾക്കാരും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. He'll be remembered as a pope who brought back a sense of simpleness to the church, that he lived a simple life. He didn't want, for instance, to wear the fancy clothing that other popes wore. He didn't live in the apartment the pope usually lives in, but rather in a very simple guest house here. When he drove around, he would go in a Fiat 500, one of those small cars, rather than a limousine. He was a man who sort of stressed the importance of the basics in life. Yeah, I feel some sadness. Yeah, he's clearly, from everything I've been told and observed, seems to have been a very good man who set a good example. And I think we saw that with how he wanted his funeral to be and his burial. He wanted to break traditions. How he behaved during his papacy. He didn't want to follow in the footsteps of many popes gone by. He had a humility about him and wanted to keep things more on the level with people. So the helicopter മാർപ്പാപ്പ ഒഴിഞ്ഞുപോയ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചുറ്റും ഒരു ഹെലികോപ്റ്റർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാനനിരീക്ഷണം നടത്തുന്നു. ഈ ലോക നേതാക്കൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഒപ്പം തന്നെ ജോർജിയ മെലോനി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി അടക്കം നിരവധി നേതാക്കൾ, ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു, കേന്ദ്രമന്ത്രി കിരൺ റിജു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം നിരവധി പേർ, കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന മാർപ്പാപ്പ ഇനി ഒരു ഓർമ്മയായി മാറും. ഓർമ്മയാണെങ്കിലും മരിക്കാത്ത ഓർമ്മ. മാർപ്പാപ്പയെക്കുറിച്ചുള്ള, ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഇന്ന് ലോകം മുഴുവൻ കേഴുകയാണ്. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാജ്യങ്ങളെ അറിയിച്ച ഇന്ത്യ. ഇന്റലിജൻസിന്റെ നിർണായക തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് കരസേനയും നാവികസേനയും അറിയിച്ചു. യുദ്ധക്കപ്പലുകളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് നാവികസേന. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യ സേനാ വിന്യാസം ശക്തമാക്കും. ആക്രമണത്തിന്റെ അന്വേഷണം NIA-ക്ക് കൈമാറി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. നിർണായക രേഖകളും സാക്ഷിമൊഴികളും ഇന്റലിജൻസ് വിവരങ്ങളുമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറിയത്. ഭീകരാക്രമണത്തിന് പിന്നാലെ വൻ സൈനിക നീക്കത്തിന് രാജ്യം തയ്യാറെടുക്കുകയാണ്. നിയന്ത്രണ രേഖയിലും ഇന്ത്യൻ സേന വിന്യാസം ശക്തമാക്കും. ദൗത്യത്തിന് തയ്യാർ. എപ്പോഴും എവിടെയും എങ്ങനെയുമെന്നാണ് പടക്കപ്പലുകളുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ഇന്ത്യൻ നാവികസേനയുടെ പ്രതികരണം. കൂടുതൽ സൈനികരെ അതിർത്തിയിൽ വിന്യസിക്കും. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാനും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. പാക് പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കിയതിന് പിന്നാലെ ഗുജറാത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചു. അഹമ്മദാബാദിലും സൂറത്തിലും രാത്രി വ്യാപക പരിശോധന നടത്തി. അനധികൃതമായി തങ്ങുന്ന പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ സാഹചര്യം പരിഗണിച്ച് ആമസോണും ഫ്ലിപ്കാർട്ടും ജമ്മു കാശ്മീരിലേക്കുള്ള ഡെലിവറികൾ നിർത്തിവെച്ചു. കരനാവിക വ്യോമസേനകൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സൈനിക നീക്കമുണ്ടായാൽ നേരിടാൻ ഇന്ത്യ സർവസജ്ജം. വിനീത VG 24 ഡൽഹി. ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭീകരർക്കെതിരെ വീണ്ടും നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 3 ഭീകരരുടെ കൂടി വീടുകൾ തകർത്തു. വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കശ്മീർ സന്ദർശനത്തിൽ തീരുമാനമായി. പുൽഗാമിൽ നിന്ന് 2 ഭീകരരെ സുരക്ഷാ സേന പിടികൂടി. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് പുൽവാമയിൽ അഹ്സനുൽ ഹക്കിന്റെ വീട് തകർക്കപ്പെട്ടത്. 5 പേരുടെ വീടുകൾ ഇതിനോടകം തകർക്കപ്പെട്ടു. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന വീടുകളാണ്. സന്ദേശം കൃത്യമാണ്. അത്തരക്കാരോട് രാജ്യത്തിന്റെ നയം സീറോ ടോളറൻസ്. പുൽവാമയിലെ മുറാനിലുള്ള അസനുൽ ഹഖ് ഷെയ്ഖ്, കച്ചിപ്പോറയിലെ ഹാരിസ് അഹമ്മദ്, ഷോപ്പിയാനിലെ ചോട്ടിപ്പോറയിലുള്ള ഷാഹിദ് അഹമ്മദ് കൂട്ടെ എന്നിവരുടെ വീടുകളാണ് പ്രാദേശിക ഭരണകൂടത്തോടൊപ്പം സുരക്ഷാ സേന തകർത്തത്. 2018-ൽ പാകിസ്ഥാനിലെത്തി ലഷ്കർ പരിശീലനം നേടിയ ഭീകരനാണ് അസനുൽ ഹഖ് ഷെയ്ഖ്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡറാണ് ഷാഹിദ് അഹമ്മദ് കുട്ടെ. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തത്. കഴിഞ്ഞ ദിവസം
ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നീ 2 ഭീകരവാദികളുടെ വീടുകൾ തകർത്തിരുന്നു. ജമ്മു കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കരസേനാ മേധാവിയുടെ കശ്മീർ സന്ദർശനത്തിൽ തീരുമാനിച്ചു. കശ്മീരിലെ ഉൾപ്രദേശങ്ങളിലെ സൈനികരെ ഉയർന്ന പ്രദേശങ്ങളിൽ പുനർവിന്യസിക്കാനാണ് നീക്കം. സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കുൽഗാമിലെ ഖൈമോയിലെ തോക്കെപ്പാറയിൽ നിന്നും 2 ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു. 2 പേരും ഭീകരർക്ക് പ്രാദേശിക സഹായങ്ങൾ നൽകിയതായി കണ്ടെത്തി. പ്രദേശത്ത് ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 4 ദിവസം പിന്നിടുമ്പോഴും ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. കശ്മീരിലെ 8000 ചതുരശ്ര കിലോമീറ്ററിലേറെ വരുന്ന വനമേഖല അരിച്ചുപെറുക്കുകയാണ് സുരക്ഷാസേന. ഭീകരർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും അവശേഷിപ്പിച്ചിട്ടില്ല സൈന്യം. പുൽവാമയിൽ നിന്നും ജോഗേഷ് സിംഗിനും ഹഷ്മി താജ് ഇബ്രാഹിമിനുമൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് UN രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീകരവാദം വെല്ലുവിളിയെന്നും UN രക്ഷാസമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് ഇറാൻ വ്യക്തമാക്കി. കടുത്ത ഭാഷയിലാണ് UN രക്ഷാസമിതി പഹൽഗാം ആക്രമണത്തെ അപലപിച്ചത്. ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണം. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീകരവാദം വെല്ലുവിളിയാണെന്നും 15-അംഗ രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ പറയുന്നു. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പഹൽഗാമിലേത് മോശം ആക്രമണമാണെന്ന് പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും ഇറാന്റെ സഹോദര അയൽക്കാരാണെന്നും മേഖലയിൽ സമാധാനം പുലരണമെന്നും വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗ്ചി എക്സിലൂടെ വ്യക്തമാക്കി. പേർഷ്യൻ കവിയുടെ കവിത ഉദ്ധരിച്ചാണ് അരഗ്ചിയുടെ എക്സ് പോസ്റ്റ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇറാനിലെ ഷാഹിദ് രാജി തുറമുഖത്തിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 500-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദക്ഷിണ ഇറാനിലെ ബന്ദർ അബ്ബാസ് മേഖലയിലെ പ്രധാന തുറമുഖത്തിലാണ് സ്ഫോടനം നടന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെയാണ് വൻ സ്ഫോടനമുണ്ടായത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ടെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനം എണ്ണ വ്യവസായത്തെ ബാധിച്ചിട്ടില്ല എന്നും കണ്ടെയ്നർ ട്രാൻസ്പോർട്ടിങ്ങിന് മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായതെന്നുമാണ് ഇറാന്റെ ആദ്യ പ്രതികരണം. കശ്മീർ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ഭീകരവാദികൾക്ക് മുന്നിൽ വിനോദസഞ്ചാരികളെ എറിഞ്ഞുകൊടുത്തുവെന്നും ആന്റണി MP. പാകിസ്ഥാൻ വ്യോമയാന മേഖല അടച്ചതുമൂലം വിമാനനിരക്ക് വീണ്ടും ഉയർത്തിയാൽ അത് പ്രവാസികൾക്ക് കനത്ത ഭാരമാകുമെന്നും വ്യോമയാന മേഖല അടച്ചതുമൂലമുള്ള അധിക സാമ്പത്തിക ഭാരം പ്രവാസികളുടെ തലയിൽ കെട്ടിവെക്കരുതെന്നും ആന്റണി MP ദുബായിൽ പറഞ്ഞു. പാകിസ്ഥാൻ്റെ വ്യോമയാന മേഖല ഇന്ത്യൻ വിമാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ അത് അടയ്ക്കുകയും അതിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് നിരോധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൻ്റെ മറവിൽ വീണ്ടും ഇവിടെ വിമാനയാത്രക്കാരുടെ ചാർജുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മറവിൽ വീണ്ടും ചാർജ് വർധനവ് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ്. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി എത്തിച്ചേരുന്ന ഒരു പ്രദേശത്ത് ഈ ഭീകരവാദികളുടെ പിന്നിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എറിഞ്ഞു കുറുക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജമ്മുകശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാലയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ഷിബു കാളികാവ് അധ്യക്ഷത വഹിച്ചു. കൊല്ലപ്പെട്ടവരുടെ പ്രതീകാത്മക ഭൗതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി ആരംഭിച്ചത്. CM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. EP മുഹമ്മദ് അലി ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. OICC സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി അഷ്റഫ് അഞ്ചാലൻ, റീജിയണൽ ഭാരവാഹികളായ സഹീർ മാഞ്ഞാലി, ആസാദ് പോരൂർ, ഉമ്മർ മങ്കട തുടങ്ങിയവർ സംസാരിച്ചു. UM ഹുസൈൻ മലപ്പുറം സ്വാഗതവും VP ഫൈസൽ നന്ദിയും പറഞ്ഞു. കോഴിക്കോട് AWH എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ദോഹയിൽ സംഘടിപ്പിച്ച എഞ്ചിനീയേഴ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ QMEA ജേതാക്കളായി. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ച് 16 ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. ടൂർണമെന്റിനോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഖത്തറിൽ ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ 16 ടീമുകളാണ് ആവേശകരമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരച്ചത്. AWH എഞ്ചിനീയറിംഗ് കോളേജ് ഖത്തർ അലുമിനിയുടെ ബാനറിൽ നടന്ന പരിപാടി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം പ്രസിഡന്റ് ഷറഫ് P. ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
ട്രോഫിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ക്യാമ്പസ് ഓർമ്മകളിലെ സൗഹൃദം പങ്കിട്ട് വിവിധ എഞ്ചിനീയറിംഗ് കോളേജ് ടീമുകൾക്കായി ബൂട്ടണിഞ്ഞ താരങ്ങൾ കളിക്കളത്തിൽ നിറഞ്ഞപ്പോൾ കോളേജ് കാലത്തെ ആവേശവും കായിക കുതിപ്പും പലർക്കും വേറിട്ട അനുഭവമായി. ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് ഫിനാലെയിൽ MES എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾ വലയിലാക്കി ഖത്തർ MEA എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനി ജേതാക്കളായി. ഫുട്ബോൾ ആവേശത്തിനു പുറമെ കുട്ടികളുടെ കളറിംഗ് മത്സരങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും പെനാൽറ്റി ഷൂട്ടൌട്ടുകൾ തുടങ്ങിയ കുടുംബ സൗഹൃദ പരിപാടികളും കൂടി ചേർന്നപ്പോൾ കടൽ കടന്നെത്തിയ കലാലയ സ്മരണകളുടെ പുനരാവിഷ്കാരമായി പരിപാടി മാറി. എഞ്ചിനീയറിംഗ് ഫോറം ഖത്തർ ജോയിന്റ് സെക്രട്ടറി ലബീബ് VT വിശിഷ്ടാതിഥിയായിരുന്നു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ഖത്തർ പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ ചാമ്പ്യൻസ് ട്രോഫിയും മെഡലുകളും സമ്മാനിച്ചു. റണ്ണേഴ്സ് അപ്പ് ട്രോഫി ബിയാൻകോ ഖത്തർ ചെയർമാൻ ഷംസീർ സമ്മാനിച്ചു. അൻവർ പാലേരി, 24 ദോഹ. വായനയുടെ വസന്തം വിരിയിച്ച് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് പതിപ്പിന് തുടക്കമായി. മെയ് 3 വരെ നടക്കുന്ന മേളയിൽ 35 രാജ്യങ്ങളിൽ നിന്നായി 674 പ്രസാധക സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് വായനയുടെ വലിയ ലോകം തുറന്നിട്ടിരിക്കുന്നത്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റാണ് പുസ്തകമേളയിലെ ഇത്തവണത്തെ അതിഥി ഗവർണറേറ്റ്. മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പുസ്തക പ്രകാശനം ഉൾപ്പെടെ നടന്നു. ദി പോർച്ചുഗീസ് ഇൻ ദ സീ ഓഫ് മാൻ, ഇവന്റ്സ് ഇൻ ദി അന്നൽസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ ഹറാസിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശനം. ഇംഗ്ലീഷ്, മലയാളം, അറബിക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ മേളയിൽ എത്തിച്ചിട്ടുണ്ട്. സാഹിത്യം, ശാസ്ത്രം, സാംസ്കാരികം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വായനക്കാർ, ഗവേഷകർ, സാംസ്കാരിക വിദഗ്ധർ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി നിരവധി സെഷനുകളും മേളയോടനുബന്ധിച്ച് സജ്ജമാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്നുള്ള നിരവധി പ്രസാധകരുടെ പുസ്തകങ്ങളും മേളയിൽ എത്തിച്ചിട്ടുണ്ട്. മെയ് 3 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 10 വരെയായിരിക്കും പ്രവേശന സമയം. വെള്ളി, ശനി ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന. 24 ഒമാൻ. നിക്ഷേപകർക്ക് വമ്പൻ പ്രഖ്യാപനവുമായി ലുലു റീറ്റെയിൽ. നിക്ഷേപകർക്ക് 85% ലാഭവിഹിതം പ്രഖ്യാപിച്ചു. നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. അബുദാബിയിൽ നടന്ന ലുലു റീറ്റെയിലിന്റെ ആദ്യ വാർഷിക ജനറൽ മീറ്റിംഗിലാണ് നിക്ഷേപകർക്കായി ലുലുവിന്റെ വമ്പൻ പ്രഖ്യാപനം. 85% 7,208 ദശലക്ഷം രൂപയുടെ ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ 75% നൽകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനമെന്നും നിക്ഷേപകരുടെ സന്തോഷമാണ് വലുതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. വിപുലമായ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച നേട്ടം ലഭിക്കുമെന്നും നിക്ഷേപകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. 2024 സാമ്പത്തിക വർഷത്തിൽ ലുലു റീറ്റെയിൽ 4.7% വാർഷിക വളർച്ച നേടിയെന്നും അധികൃതർ അറിയിച്ചു. നിലവിലെ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനൊപ്പം സുപ്രധാന വിപണികളിൽ കൂടുതൽ സ്റ്റോറുകൾ ലുലു തുറക്കും. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വിപുലമാക്കിയും ഹാപ്പിനെസ് ലോയൽറ്റി പ്രോഗ്രാമുകൾ അടക്കം സജീവമാക്കിയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനം ഉറപ്പാക്കുന്നതിനുള്ള നീക്കത്തിലാണ് ലുലു റീറ്റെയിൽ. ലുലു റീറ്റെയിൽ നൽകി വരുന്ന മികച്ച പിന്തുണയ്ക്ക് സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിനും ജനറൽ മീറ്റിംഗിൽ ബോർഡ് നന്ദി രേഖപ്പെടുത്തി. 24 ദുബായ്. കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രാമധ്യേ ഫോർട്ട് കൊച്ചി പള്ളുരുത്തി സ്വദേശി അറക്കൽ വീട്ടിൽ അനൂപ് ബെന്നി നിര്യാതനായി. വിമാനത്തിൽ വെച്ചുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം കുവൈത്തിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയ്ക്കാണ് നാട്ടിലേക്ക് തിരിച്ചത്. എന്നാൽ യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് വീണ്ടും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. കുവൈത്ത് സെന്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകാംഗവും അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം പിന്നീട് ഫോർട്ട് കൊച്ചി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ നടക്കും. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മവാർഷികം ആഘോഷിച്ച് പ്രവാസി മലയാളികൾ. സർവകലാശാല ആർട്ട് ട്രെയിനിംഗ് സെന്റർ ദുബായും കേരളത്തിലെ കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിത്യഹരിതം എന്ന പേരിൽ ദുബായ് അക്കാഫ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല ആർട്ട് ട്രെയിനിംഗ് സെന്ററിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനസന്ധ്യയായിരുന്നു മുഖ്യ ആകർഷണം. പ്രേം നസീറിന്റെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കിയായിരുന്നു പരിപാടി. പ്രേം നസീർ അനുസ്മരണ വീഡിയോ, നൃത്തശില്പം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ദീപു AS, ടി ജമാലുദ്ദീൻ, അരുൺ പാറാട്ട്, അനൂപ് കീച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. കോപ്പ ഡെൽ റേ ഫുട്ബോളിന്റെ ഫൈനലിൽ ഇന്ന് എൽ ക്ലാസിക്കോ പോര്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ നേരിടും. സെവിയയിലെ ലാ കർത്തൂഹ സ്റ്റേഡിയത്തിലെ പച്ചപ്പുല്ലിനെ തീപിടിപ്പിക്കും പോര്. സ്പാനിഷ് ഫുട്ബോളിലെ അഭിമാന കപ്പിനായി
ചിരവൈരികളായ FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും മുഖാമുഖം. കോപ്പ ദെൽ റേ ടൂർണമെന്റിലെ ഗോട്ട് ടീമായ ബാഴ്സലോണയുടെ ലക്ഷ്യം 32ാം കിരീടമെങ്കിൽ റയലിന്റെ നോട്ടം 21ാം കപ്പിൽ. ഹാൻസി ഫ്ലിക്കിന് കീഴിൽ കലക്കൻ ഫോമിലാണ് FC ബാഴ്സലോണ. ഇതേ റയലിനെ തോൽപ്പിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയ കറ്റാലൻസിന്റെ ലക്ഷ്യം സീസണിലെ 2ാം കിരീടം. ആർത്തലച്ചെത്തുന്ന ബാഴ്സ ആക്രമണത്തെ തടയാൻ പെടാപ്പാടുപെടുകയാണ് എതിരാളികൾ. ഈ സീസണിൽ 3 തവണ റയലും അതിന്റെ മൂർച്ചയറിഞ്ഞു. സൗഹൃദ മത്സരത്തിൽ 2-1 തോൽവിക്ക് പിന്നാലെ സൂപ്പർ കപ്പിൽ 5-2 ലാലിഗയിൽ 4-0 റയൽ നാണം കെട്ടു. പരിക്കുമൂലം റോബർട്ട് ലെവൻഡോസ്കി ഇല്ലാത്തത് തിരിച്ചടിയെങ്കിലും റാഫിഞ്ഞ ലെമിൻ യമാൽ ജോഡിയിൽ ബാഴ്സയ്ക്ക് ഗോൾ പ്രതീക്ഷകളേറെ. മധ്യനിരയിലെ പെഡ്രിയുടെ ചടുല നീക്കങ്ങളും പ്രതിരോധത്തിൽ കോട്ട കെട്ടി നിൽക്കുന്ന ഇനിഗോ മാർട്ടിനസ് കുബാർസി ജോഡിയും കറ്റാലൻസിന് കരുത്താകും. ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടറിൽ പുറത്താവുകയും ലാലിഗയിൽ പിന്നിലുമുള്ള റയലിനെത അഭിമാന പോരാട്ടം. തോറ്റാൽ പരിശീലകൻ കാർലോസ് ആഞ്ചലോട്ടിയുടെ കസേര തെറിക്കുമെന്നുറപ്പ്. കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ജൂഡ് ബെല്ലിംഗ്ഹാം ആക്രമണ നിരയിലാണ് റയലിന്റെ പ്രതീക്ഷകളെല്ലാം. സ്പോർട്സ് ഡെസ്ക് 24. IPL കൊൽക്കത്ത പഞ്ചാബ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 202 റൺസ് വിജയലക്ഷ്യം പിന്തുടരുകയായിരുന്ന കൊൽക്കത്ത വിക്കറ്റ് നഷ്ടമില്ലാതെ 7 റൺസ് എടുത്ത് നിൽക്കെയാണ് മഴയെത്തിയത്. മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. 11 പോയിന്റുമായി പഞ്ചാബ് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ 7 പോയിന്റുമായി കൊൽക്കത്ത 7ാം സ്ഥാനത്ത് തന്നെയാണ്. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.